അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലഅഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു മസ്അലയിൽ നസ്സ് ഉണ്ടായ മസല, വ്യക്തമായ തെളിവുണ്ടായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു എതിരഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത്തരം എതിരഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, അത് നമ്മൾ തള്ളി പറയണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള രണ്ടഭിപ്രായങ്ങളെ തള്ളിപ്പറയാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൻ നൗസാനി, രണ്ടാമത്തെ ഇനം മസായിൽ, ചില മസ്അലകളാണ് ലം യരിദ് ബി ബയാനി ഹുകുമിഹ, അതിന്റെ വിധി എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ദലീലുൻ സരീഹുൻ ഫിൽ മിനൽ കിതാബി അബി സുന്നത്തി അബിൽ ഇജ്മാഇ അബിൽ ഖിയാസിൽ ജലി, വ്യക്തമായ ഖിയാസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ വിശുദ്ധ ഖുർആനിൽ നിന്നോ സ്വരീഹായ ദലീല് വന്നിട്ടില്ലാത്ത, സ്വരീഹായ ദലീല് വഴി ഒരു ഹുക്കുമ് ഇന്ന വിധിയാകുന്നു എന്ന് വ്യക്തത വന്നിട്ടില്ലാത്ത മസ്അലകൾ, അത്തരം മസ്അലകളാണ് ഇവിടുത്തെ വിഷയം. ഔ അല്ലെങ്കിൽ വറദ ബി ഹുകുമിഹ ദലീലും മിന സുന്ന, സുന്നത്തിൽ നിന്നൊരു ദലീൽ വന്നിട്ടുണ്ട്, തെളിവ് വന്നിട്ടുണ്ട്. വലാകിന്നഹു മുഖ്തലഫുൻ ഫീ തസീഹിഹി, ആ ഹദീസ് സഹീഹാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഔ ലൈസ സരീഹൻ ഫീ ബയാനിൽ ഹുക്മി, അല്ലെങ്കിൽ ഹുക്കുമ് വ്യക്തമാക്കുന്ന വിഷയത്തിൽ വ്യക്തത കുറഞ്ഞതാണ് അത് ആ ഹദീസ്. ബൽ യകൂനു മുഹ്തമലൻ, അതിന് പലതിനും സാധ്യതയുള്ള, പല അഭിപ്രായങ്ങൾക്കും സാധ്യതയുള്ള, ഇഹ്തിമാലുള്ള ഒരു ദലീലാണ് വന്നിട്ടുള്ളത് എങ്കിൽ സ്വാഭാവികമായും അതിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഔ വറദ ഫീഹാ നുസൂസുൻ മുതആരിദത്തുൻ ഫിൽ ളാഹിർ, പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൈരുദ്ധ്യങ്ങളായ നസ്സുകൾ, തെളിവുകൾ വന്നിട്ടുള്ള വിഷയം. ഒരേ വിഷയത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള തെളിവുകൾ വരിക, രണ്ട് തെളിവുകൾ വന്നു കഴിഞ്ഞാൽ, രണ്ട് നസ്സ് വന്നു കഴിഞ്ഞാൽ രണ്ട് നസ്സിനനുസരിച്ചും പോകേണ്ടി വരും. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസം. ഫഹാദിഹിൽ മസായിൽ തഹ്താജു ഇലാ നൗഇ ഇജ്തിഹാദിൻ, ഈ വിഷയങ്ങളിലൊക്കെയാണ് ശരിക്കും ഒരു ഇജ്തിഹാദ് വേണ്ടി വരിക. ഫനളറിൻ, നോക്കി മനസ്സിലാക്കേണ്ടി വരിക. വതഅമ്മുലിൻ ലിമഅരിഫതി ഹുകുമിഹാ, അതിന്റെ ഹുക്കുമ് മനസ്സിലാക്കുന്നതിന് ചില ചിന്തകളും അന്വേഷണങ്ങളും പഠനങ്ങളും ഇജ്തിഹാദുകളും ആവശ്യമായിട്ടുള്ള മസ്അലകളാകുന്നു ഇത്. വമിൻ അംസലത്തി ഹാദൻ നൗ, ഈ ഇനത്തിൽ പെട്ടതിന്റെ ഉദാഹരണമാണ് എന്ത്? അൽ ഖിലാഫു ഫീ റുയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു ഫിദ്ദുനിയാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയുന്ന വിഷയത്തിൽ കണ്ടിട്ടുണ്ട് എന്നും കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ട്. വൽ ഖിലാഫു, രണ്ടാമത്തെ വൽ ഖിലാഫു ഫീ സമാഇൽ മൗതാ ലികലാമിൽ അഹ്യായി, ജീവിച്ചിരിക്കുന്നവന്റെ സംസാരം മരണപ്പെട്ടവർ കേൾക്കുമോ കേൾക്കുകയില്ലേ എന്ന് ഉള്ള വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ തെളിവുകൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. മൂന്നാമത്തെ നഖ്ലുൽ വുളൂഇ ബിമസ്സിദ് ദക്കർ, ലിംഗം സ്പർശിച്ചു കഴിഞ്ഞാൽ വുളു മുറിയുമോ, അല്ലെങ്കിൽ ഔ മസ്സിൽ മർഅ, ഒരു പെണ്ണിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ വുളു മുറിയുമോ, ഔ അക്ലി ലഹമിൽ ഇബിലി, ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുളു മുറിയുമോ ഇല്ലേ എന്ന് പറയുന്ന വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ തെളിവുകളോ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത അവിടെ ഉണ്ട് എന്നർത്ഥം. നാലാമത്തെ അൽ ഖുനൂത്ത് ഫീ സലാത്തിൽ ഫജ്രി കുല്ല യൗം, എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിൽ കുനൂത്ത് ഓതുക എന്ന് പറയുന്ന വിഷയം, അതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 5 അൽ ഖുനൂത്ത് ഫീ സലാത്തിൽ വിത്രി, തറാവീഹിന്റെ വിത്ര നമസ്കാരത്തിൽ കുനൂത്ത് ഓതുക. ഹൽ യകൂനു ഖബ്ല റുകൂഇ ഔ ബഅദഹു, ആ റുകൂഇന്റെ മുന്നേ വേണോ പിന്നെ വേണോ എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഫഹാദിഹിൽ മസായിലു വ അംസാലുഹാ, ഈ ഇതുപോലെയുള്ള അതുപോലെയുള്ള മസലകൾ മിമ്മാലം തരിദ് നുസൂസുൻ സരീഹത്തുൻ, അതിലൊന്നും വ്യക്തമായ തെളിവ് വന്നിട്ടില്ല. ആ സമയത്തൊക്കെ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലോ ഖണ്ഡിതമായ സരീഹായ നസ്സ് വന്നിട്ടില്ല. ബി ബയാനി ഹുകുമിഹാ, അതിന്റെ ഹുക്കുമ് എന്ത് എന്ന് പറയുന്ന ഹിയ അല്ലതി ലാ യുൻകറു ഫീഹാ അലൽ മുഖാലിഫി, ഇത്തരം വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പുലർത്തുന്ന ഒരാളെ നമ്മൾ ആക്ഷേപിക്കുവാനോ തള്ളിപ്പറയുവാനോ പാടില്ല. മാദാമ മുത്തബിയൻ ലി ഇമാമിൻ മിനൽ അയിമ്മത്തി, ഏതെങ്കിലും അയിമ്മത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിനെ പിൻപറ്റിക്കൊണ്ടാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ, വഹുവ യظുന്നു അന്ന ഖൗലഹു ഹുവ സവാബു, ആ ഇമാമിന്റെ സംസാരം വാക്ക് ആണ്
ശരി എന്ന് അയാൾ ധരിക്കുന്നു. ആ നിലയ്ക്ക് ഇമാമിനെ പിൻപറ്റിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ നമ്മൾ ആക്ഷേപിക്കാൻ പറ്റൂല. വലാകിൻ പക്ഷേ ലാ യജൂസു ലി അഹദിൻ ഒരാൾക്കും തന്നെ അനുവദനീയമല്ല അയ്യഖുദ മിൻ അഖ്വാലിൽ ഇമ്മത്തി പണ്ഡിതന്മാരുടെ അഖ്വാലുകളെ വാക്കുകളെ എടുക്കാൻ പറ്റുകയില്ല. മാ യതവാഫഖു മാ ഹവാഹു തൻ്റെ ഇച്ഛക്ക് യോജിക്കുന്നത് ഏതാണ് ഇച്ഛക്ക് യോജിക്കാത്തത് ഏതാണ് എന്ന് നോക്കിയിട്ട് എടുക്കുകയും തള്ളുകയും ചെയ്യുന്ന പരിപാടി പറ്റൂല. ഫഇന്നഹു ബിദാലിക യജ്തമിഉ ഫീഹി അശ്ശറു കുല്ലുഹു അങ്ങനെ ചെയ്യുന്നതിലാണ് എല്ലാ നാശവും കുടികൊള്ളുന്നത്. വഅദമുൽ ഇൻകാരി അലൽ മുഖാലിഫി ഫി ഹാദിഹിൽ മസായിലി ഇത്തരം മസ്അലകളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പുലർത്തുന്നവനോട് വിയോജിപ്പ് എതിർപ്പ് തള്ളിപ്പറയേണ്ടത് ഇല്ല എന്ന് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താന്ന് വെച്ചാൽ ലാ യഅനി അദമുത് തബാഹുതി ഫിഹാ ഇത്തരം കാര്യങ്ങൾക്ക് ഗവേഷണങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നില്ല. ബഹസ് പരിശോധന അന്വേഷണം രണ്ടഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിന്റെ മുകളിൽ കടിച്ചു തൂങ്ങുന്നതിന് പകരം രണ്ടിനെ കുറിച്ചും ചിന്തിച്ചുകൂടാ എന്നൊന്നുമില്ല. ഇത്തരം അഭിപ്രായങ്ങളെ തള്ളിപ്പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠനം നടത്തിക്കൂടാ എന്നില്ല. ഔ ആദമിൻ തനാളുറി അതല്ലെങ്കിൽ വീക്ഷണങ്ങൾ പരസ്പരം അങ്ങോട്ട് മാറ്റുരയ്ക്കുക മുനാദറ നടത്തുക. വ ബയാനിൽ ഖൗലി റാജിഹി ബിദലീലിഹി അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ രണ്ട് തെളിവ് വന്നിട്ടുണ്ട്, ആ തെളിവിൽ കൂടുതൽ റാജിഹായ കൂടുതൽ തർജീഹ് കൊടുക്കേണ്ട അഭിപ്രായം ഇന്നതാണ് എന്ന് വിശദീകരിക്കുക. ഇതിനൊന്നും കുഴപ്പമില്ല. ബൽ ലം യസലിൽ ഉലമാഉ ഖദീമൻ വ ഹദീസൻ തുഅഖദു ബൈനഹും അൽ-ലിഖാഅത്തു വൽ മുനാദറാത്തു ലിത്തബാഹുസി ഫീ മിസ്ലി ഹാദിഹിൽ മസായിൽ ഇത്തരം മസ്അലകളെ വിശകലനം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി പണ്ഡിതന്മാർക്കിടയിൽ പഴയ കാലവും ഈ കാലത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്, പരസ്പരം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. വമൻ ലഹറ ലഹുൽ ഹഖു അങ്ങനെ നടക്കുന്ന ചർച്ചകളിലൂടെ ഒരാൾക്ക് ഹക്ക് വെളിവായി കഴിഞ്ഞാൽ രണ്ടഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ശരി ഇന്നതാകുന്നു ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ വജബ അലൈഹി റുജൂ ഇലൈഹി ആ ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടതിലേക്ക് മടങ്ങേണ്ടത് അയാൾക്ക് നിർബന്ധമായ കാര്യമാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മഹാപണ്ഡിതനായ ശൈഖുൽ ഇസ്ലാം പറയുന്നത് എന്താണ്? ഇന്ന മിസ്ല ഹാദിഹിൽ മസായിൽ അൽ ഇജ്തിഹാദിയ്യ ഇത്തരം ഇജ്തിഹാദിയായ മസ്അലകൾ ലാ തുൻകറു ബിൽ യദി അങ്ങനെ മസ്അലകൾ അനുസരിച്ച് ഒരാൾ ഒരു പ്രവർത്തനം നടത്തിയാൽ അയാളെ കൈകൊണ്ട് തള്ളാൻ പാടില്ല. വലൈസ ലി അഹദിൻ അൻ യുൽസിമൻ നാസ ബിത്തിബാഇ ഫിഹാ അതിലേതെങ്കിലും ഒരു അഭിപ്രായം നിർബന്ധമായും പിൻപറ്റണം എന്ന് ഒരാളെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. വലാകിൻ യതകല്ലമു ഫീഹാ ബിൽ ഹുജജിൽ ഇൽമിയ്യ മറിച്ച് ഇൽമിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ സംസാരം നടത്തേണ്ടത്. വമൻ തബയ്യന ലഹു സിഹത അഹദിൽ ഖൗലൈൻ രണ്ടിലേതെങ്കിലും ഒരു വീക്ഷണമാണ് ശരി എന്ന് ഒരാൾക്ക് വ്യക്തമാക്കിയാൽ തബിഅഹു ആ അഭിപ്രായത്തെ അയാൾ പിൻപറ്റണം. വമൻ ഖല്ലദ അഹ്ലൽ ഖൗലിൽ ആഖർ ഇനി വേറെ ഏതെങ്കിലും ഒരു വീക്ഷണം ഒരു അഹ്ലുൽ ഫല വമൻ ഖല്ലദ അങ്ങനെ വേറെ ഏതെങ്കിലും വീക്ഷണത്തെ ഒരാൾ തഖ്ലീദ് ചെയ്യുകയാണെങ്കിലോ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ള ഇത്തരം മസലകളിൽ ഏതെങ്കിലും ഒരാൾ ഒരു വീക്ഷണത്തെ തഖ്ലീദ് ചെയ്താലോ ഫലാ ഇൻകാർ അലൈഹി അയാളെയും നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല, അയാളെ നിഷേധിക്കേണ്ടതൊന്നുമില്ല. എന്നാൽ പഠന വിധേയമാക്കി ഏറ്റവും ഹക്കായ മാർഗം ഏതാണോ ശരിയായത് ഏതാണോ എന്നൊരാൾക്ക് ബോധ്യപ്പെട്ടാൽ അത് പിൻപറ്റുകയാണ് വേണ്ടത്. ഇത് മജ്മൂൽ ഫത്താ 3080 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഹാദിഹി അഖ്വാലു ലിബഅദിൽ ഉലമായി തുഅയ്യിദു മാ സബഖ മിനത് തഖ്സീം ഈ പറഞ്ഞ വിഭജനങ്ങൾ പണ്ഡിതന്മാര് സമ്മതിച്ചിട്ടുള്ള കാര്യമാകുന്നു.